എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് അഗ്ലോണിമയുടെ കോംബോകളായിട്ടാണ് കേട്ടോ. മൂന്ന് വെറൈറ്റി വെച്ചിട്ടുള്ള കോംബോ ആണ് നമ്മളിന്ന് അവൈലബിൾ ആക്കിയിട്ടുള്ളത്. മാക്സിമം ഒരു കുറഞ്ഞ റേറ്റിൽ 500 രൂപ, അതായത് 500 RSൻ്റെ ഒരു റേഞ്ചിലുള്ള കോംബോകളാണ് കേട്ടോ. ഇത് 4 കോംബോ ആണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത്. 4 കോംബോയും ഒരേ സെറ്റ് വീതം നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ. എക്സ്ട്രാ പ്ലാന്റ് ഇല്ല കേട്ടോ. ഇതിൽ കാണുന്ന ഒരു സെറ്റ് തന്നെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. ഇതിൻ്റെ സെപ്പറേറ്റ് എടുക്കാനായിട്ടില്ല. അപ്പോൾ ഫസ്റ്റ് കോംബോ തൊട്ട് നമ്മൾ കാണിക്കാം. 500 കോംബോയുടെ റേറ്റ് വരുന്നത്. 3 പ്ലാന്റ് വെച്ചിട്ടുള്ള കോംബോ ആണ് കേട്ടോ. അതിനകത്ത് ഫസ്റ്റ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൽ വരുന്ന പ്ലാന്റ് എന്ന് പറയുന്നത് ഒന്ന് ഇത് പാന്തറിൽ പെട്ട ഒരു വെറൈറ്റിയാണ് കേട്ടോ ഇത്. പിന്നെ ഇപ്പം ഞാൻ കാണിക്കുന്ന പ്ലാന്റുകളിൽ മിക്ക പ്ലാന്റുകളും മഴയത്ത് വെക്കണോണ്ട് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ. മഴയത്ത് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് വെക്കരുത്, അതായത് വല്ല മരങ്ങളുടെ അടിയിൽ അങ്ങനെയൊക്കെ വെക്കുന്നുണ്ട് ഒരു കുഴപ്പമില്ലാത്ത പ്ലാന്റുകളാണ്. കാരണം ഞാനതൊക്കെ മഴയത്ത് വെച്ചിട്ടുണ്ടായിരുന്നതാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ മഴയത്ത് വെച്ചുള്ള ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഫസ്റ്റ് പ്ലാന്റ് വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ വരുന്നത് ഇതേ സ്പാർക്ലിങ്ങിൻ്റെ ഒരു പ്ലാന്റ്. ഇത് നല്ല വലിപ്പമുള്ള പ്ലാന്റ് ആണ് കേട്ടോ. നല്ല കടയൊക്കെയുള്ള പ്ലാന്റ് ആണ്. പിന്നെ വരുന്നത് കോബ്രയുടെ ഒരു പ്ലാന്റ് ആണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോംബോ വരുന്നത്. 500 കോംബോയുടെ റേറ്റ്. ഈ ഒരു കോംബോയുടെ നമുക്ക് എക്സ്ട്രാ എടുക്കാനില്ല. ഇതിൽ കാണുന്ന ഈ ഒരു സെറ്റ് തന്നെ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ. നമ്മുടെ സെക്കൻഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് ഇതേ ചൈന പിങ്ക് ഇല്ലേ, ചൈന പിങ്കിൻ്റെ വലിയൊരു പ്ലാന്റ്, അതുപോലെ റെഡ് വാലൻറ്റൈൻ്റെ ഒരു പ്ലാന്റ് ഉണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ എല്ലാതും. ഇത് വന്നിട്ട് പിങ്ക് സോഡ് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ചാരി വെച്ചിട്ട് ചെരിഞ്ഞ് വളർന്നതാണ്. നമ്മൾ എന്തിന്മേങ്കിലും ഇങ്ങനെ ചാരി വെച്ച് കഴിഞ്ഞാൽ ഇത് വരും കേട്ടോ. അത് ഈ പ്ലാന്റ് അതെ പിങ്ക് സോഡിൻ്റെ ഒരു പ്ലാന്റാണ് ഇത് വരുന്നത്. ഇതിൽ ചൈന പിങ്ക് മഴയത്ത് വെക്കരുത് കേട്ടോ ആരും, കാരണം കുറച്ച് ശ്രദ്ധിക്കേണ്ട വെറൈറ്റി ആണത്, അല്ലെങ്കിൽ പെട്ടെന്ന് അഴുകൽ വരെ. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് കോംബോ വന്നിട്ട് കേട്ടോ. ചൈന പിങ്കും പിന്നെ പിങ്ക് സോഡ് റെഡ് വാലൻറ്റൈൻ കേട്ടോ. ഇതാണ് സെക്കൻഡ് കോംബോ വരുന്നത്. പിന്നെ തേർഡ് കോംബോ വന്നിട്ട് ഇതാണ് കേട്ടോ. ഇത് വന്നിട്ട് പിങ്ക് ഡാൽമൻഷൻ ഇല്ലേ, അതിൻ്റെ ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഈ ഒരു പ്ലാന്റ് ഇതിൻ്റെ ഐഡിയ എനിക്കറിയില്ല ശരിക്കും. ഇത് കാണുമ്പോൾ ഒരു സ്റ്റാർഡസ്റ്റ് പോലെയൊക്കെ ഇരിക്കും കേട്ടോ. അതിൻ്റെ ലീഫ് കണ്ടോ, സ്റ്റാർഡസ്റ്റിൻ്റെ ഒക്കെ പോലെ ഇരിക്കും. നല്ല മദറായുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇത് കണ്ടില്ലേ. ഇതിൻ്റെ കൂട്ടത്തിൽ വരുന്നത് റെഡ് ബ്യൂട്ടി ആണ് കേട്ടോ. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ലാസ്റ്റത്തെ കോംബോ ഇതാണ് കേട്ടോ. ഇതിനകത്ത് വരുന്നത് അതെ അജുമാനി പിങ്ക് ആണേ. ഇത് 2 ചൂട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ. അജുമാനി പിങ്ക് ഇതിൻ്റെ വലിയൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത്. പിന്നെ വരുന്നത് യെല്ലോ പപ്പായ, പിന്നെ വരുന്നത് പനാമയുടെ ഒരു പ്ലാന്റ് കേട്ടോ. ഈ 3 പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിലുള്ള ഓരോ കോമ്പോയുടെയും റേറ്റ് വരുന്നത് 500 രൂപയാണ് കോമ്പോയുടെ റേറ്റ് വരുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഏതെങ്കിലും പ്ലാന്റുകൾ വേണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ. നമുക്ക് കൊറിയർ വന്നിട്ട് ഇനി ചൊവ്വാഴ്ചയാണ് കേട്ടോ. കാരണം ഞാൻ കൊറിയർ ഈ ആഴ്ച എടുത്തിട്ടുണ്ടായിരുന്നില്ല, 2 എണ്ണമാണ് നിൽക്കണുണ്ടായിരുന്നത്. ഞാൻ അവരോട് പറഞ്ഞിട്ടില്ല, ഇനി ചൊവ്വാഴ്ചയാണ് ഞാൻ അയക്കണത്. തിങ്കളുണ്ടാവില്ല, കാരണം മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് നമ്മൾ തിങ്കളാഴ്ച ഹോസ്പിറ്റലിൽ പോകാം. കാരണം ഇന്നിപ്പോൾ ഡോക്ടേഴ്സ് ഇല്ലാത്ത കാരണം നാളെ പോണ കാരണം ചൊവ്വാഴ്ചയാണ് നമ്മൾ ഇനി കൊറിയർ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് നോക്കിയിട്ട് ഓർഡർ തരാം. ചൊവ്വാഴ്ചയാണ് കൊറിയർ വരുന്നത്. 4 കോംബോയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കോംബോകൾ ഇങ്ങനെ തന്നെ നിങ്ങൾക്ക് തരാൻ പറ്റുള്ളൂ. ചിലർ നമ്മൾ കോംബോ ഇടുമ്പോൾ ചോദിക്കും ഇതിലൊരു പ്ലാന്റും അവർക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്തിട്ട് 3 എണ്ണം ഈ പ്രൈസിന് തരുമെന്ന് ചോദിക്കും. പക്ഷെ അങ്ങനെ പറ്റില്ല, കാരണം പല പ്ലാന്റിനും പല റേറ്റാണ്. ഇതന്നെ നമ്മൾ മാക്സിമം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിങ്ങനെ വെക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾ നല്ല വെറൈറ്റികൾ മാത്രം തിരഞ്ഞെടുത്തിട്ട് ആ പൈസയ്ക്ക് തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒക്കില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ മാക്സിമം അത് നോക്കുക, കോംബോ ആയിട്ട് തന്നെ ഞാൻ തരത്തുള്ളൂ കേട്ടോ. CC സെപ്പറേറ്റ് ആണേ.